ബി.ജെ.പി. പ്രവർത്തകനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പിടികിട്ടാപ്പുള്ളി തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ 3 കേസുകളിലേറെ പ്രതിയായ തിരുവനന്തപുരം കാലടി സ്വദേശി ജെ.എസ്. അഖിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത ജില്ലാ സമ്മേളനത്തിൽ ആരെയും പേടിക്കാതെ വിലസുകയാണ്. ബി.ജെ.പി. കാലടി ഏരിയ പ്രസിഡന്റ് സതീഷിനെ തലയ്ക്കടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ജാമ്യം പോലും എടുക്കാതെയാണ് ജെ.എസ്. അഖിൽ സമ്മേളനത്തിൽ എത്തിയത്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, ബി.ജെ.പി. പ്രവർത്തകനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ്. ജാമ്യം പോലും എടുത്തിട്ടില്ല. ജില്ലാ സമ്മേളനത്തിൽ ഇങ്ങനെ വിലസുകയാണ്. പ്രശാന്തിലേക്ക് എത്താം. ബി.ജെ.പി. പ്രവർത്തകരെ ആയുധം കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് ഇത്തരത്തിൽ CPM-ന്റെ ജില്ലാ സമ്മേളനത്തിൽ പങ്കാളിയാകുന്നത്. പോലീസിന്റെ പിടികിട്ടാപ്പുള്ളി എന്ന് പറയുമ്പോഴും സ്വൈരവിഹാരം നടത്തുന്ന പ്രതിയുടെ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രശാന്ത് ചേരുന്നു. പ്രശാന്ത്, വിവരങ്ങൾ. രോഹിണി, പോലീസിന്റെ കണക്കിൽ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച അല്ലെങ്കിൽ സ്ഥലത്ത് ഇല്ല നാട് വിട്ടു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞ് പിടിക്കാതിരുന്ന പ്രതിയാണ് ഇപ്പോൾ CPM-ന്റെ തന്നെ ജില്ലാ സമ്മേളനത്തിൽ സജീവ സാന്നിധ്യമായി മാറിയിരിക്കുന്നത്. ജില്ലാ സമ്മേളന വേദിയിലടക്കം ഈ ജെ.എസ്. അഖിൽ എന്ന CPM പ്രവർത്തകൻ സജീവ സാന്നിധ്യമാകുന്ന കാഴ്ചയാണ് പോലീസ് അടക്കം കണ്ടത്. എന്നാൽ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പോലും പോലീസ് തയ്യാറായതുമില്ല. പോലീസിന്റെ കണക്കിൽ പല സമയത്തും ഈ കേസുമായി ബന്ധപ്പെട്ട് ബി.ജെ.പിയുടെ കാലടി ഏരിയ പ്രസിഡന്റിനെ തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ്. അതിനുശേഷം ഈ കടന്നു കളയുകയായിരുന്നു ഈ അഖിൽ. എന്നാൽ തുടർന്ന് പോലീസ് പലതവണ അന്വേഷിച്ചിട്ടും അദ്ദേഹത്തെ കണ്ടെത്താനായില്ല. പിടികിട്ടാപ്പുള്ളിയാണ്, നാട് വിട്ടു എന്നടക്കമുള്ള കാരണങ്ങൾ പറഞ്ഞ ഈ അറസ്റ്റ് ഒഴിവാക്കിയത് പോലീസാണ്. ആ പോലീസിന്റെ കൺമുമ്പിൽ കൂടി തന്നെയാണ് റെഡ് വോളണ്ടിയർ മാർച്ച് നടത്തിക്കൊണ്ട് അഖിൽ നടന്നു പോകുന്ന ദൃശ്യം. മുഖ്യമന്ത്രി അടക്കം പങ്കെടുക്കുന്ന പരിപാടിയിലാണ് ഇതൊന്നും ഓർക്കണം. മാത്രമല്ല പാർട്ടി സെക്രട്ടറി അടക്കം പങ്കെടുക്കുന്ന പരിപാടികൾ. നിരവധി പോലീസുകാർ ആ സംഭവ സ്ഥലത്ത് തന്നെ നിൽപ്പുണ്ട്. അതായത് DYSP റാങ്കിന് മുകളിലുള്ള നിരവധി പോലീസുകാർ അവിടേക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സമയത്താണ് ഇത്തരത്തിൽ മാർച്ച് നടത്തിക്കൊണ്ട് റെഡ് വോളണ്ടിയർ മാർച്ച് നടത്തിക്കൊണ്ട് ജെ.എസ്. അഖിൽ ആ വേദിയിൽ വരുന്നത്. അതോടൊപ്പം തന്നെ നേതാക്കളുമായി സംസാരിക്കുന്നത്, സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. അങ്ങനെ ആ സമ്മേളനത്തിന്റെ ഉടനീളം അഖിൽ ആ വേദിയിലും സമ്മേളന നഗരിയിലും എല്ലാം ഉണ്ടായിരുന്നു. എന്നിട്ടും പ്രതിയെ കണ്ടില്ല, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാത്ത ഒരു നടപടിക്രമങ്ങളാണ് പോലീസിന്റെ ഭാഗത്തുണ്ടായത്. അതായത് നമുക്കറിയാം, നേരത്തെ തന്നെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുന്നത്. ഇതിൽ പോലീസ് ഈ ഗുണ്ടകളെയും പ്രതികളെയും സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് എല്ലാ ഇക്കാലത്തും സ്വീകരിക്കുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ ഉണ്ടായത്. മാത്രമല്ല CPM നേതാക്കൾ ഇടപെടുന്ന കേസുകളിലെല്ലാം, അല്ലെങ്കിൽ CPM-ന്റെ പ്രവർത്തകർ ഇടപെടുന്ന കേസുകളിലെല്ലാം ആ പ്രവർത്തകരെ സംരക്ഷിച്ചു നിർത്തുന്ന നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നത്. കാലാകാലങ്ങളിൽ സമാനമായി പിണറായി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷവും ഇത്തരം സാഹചര്യങ്ങളെല്ലാം നമ്മൾ പലതവണ കണ്ടതാണ്. അതിന് സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ ഈ തിരുവനന്തപുരത്തും കോവളത്ത് ജില്ലാ സമ്മേളനം നടന്ന സമയത്തും ഉണ്ടാകുന്നത്. അതായത് കൃത്യമായ രീതിയിൽ പോലീസ് അന്വേഷണം നടത്താതിരുന്നതും അതുപോലെ തന്നെ ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളുമാണ് ഈ പ്രതിയെ പിടിക്കാൻ കഴിയാത്തതെന്ന് അന്ന് തന്നെ ആരോപണം ഉയർന്നത്. മാത്രമല്ല ഇതിൽ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് ആണ് ഈ പോലീസ് ഈ അഖിൽ സ്ഥലത്തില്ല, നാട് വിട്ടു എന്നടക്കമുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അറസ്റ്റ് നീട്ടിവെക്കുകയും തടഞ്ഞു വെക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ അഖിൽ തന്നെയാണ് CPM-ന്റെ സമ്മേളന വേദിയിൽ മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ നിൽക്കുമ്പോൾ ആ വേദിയിൽ സജീവ സാന്നിധ്യമായി നിലകൊണ്ടത്. ആ പോലീസിന്റെ കൺമുമ്പിലൂടെയാണ് ഇതെല്ലാം നടന്നതെന്നാണ് ഏറ്റവും എടുത്തു പറയുന്നത്. എന്തായാലും പോലീസ് പ്രതികളെയും കൊലക്കേസ് പ്രതികളെയും എല്ലാം സംരക്ഷിക്കുന്നു എന്ന ആക്ഷേപങ്ങൾ ഉയർന്നു നിൽക്കുമ്പോൾ അതിന് ഒന്നുകൂടി വ്യക്തത വരുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു പടികളിൽ കടന്നുകൊണ്ട് തെളിവ് കൃത്യമായി തന്നെ സമാനമായ സാഹചര്യമാണ് നിലവിലുള്ളത്, അല്ലെങ്കിൽ പോലീസിന്റെ ഒരു രീതി ഇത് തന്നെയാണെന്നുള്ളത്, അല്ലെങ്കിൽ CPM നേതാക്കളെയൊക്കെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നതെന്ന് ഒന്നുകൂടി തെളിവ് കൂടി വ്യക്തമായി വന്നിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. രോഹിണി. ശരി, പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ. അതെ, ഇത്ര ക്രിമിനൽ കേസുകളിലെ പ്രതികളാണ് ജാമ്യം പോലും എടുക്കാതെ CPM-ന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. എന്നിട്ട് നേതാക്കൾക്കൊപ്പം നിന്ന് ഫോട്ടോ വരെ എടുക്കുകയാണ്. തിരുവനന്തപുരം മേയർ അടക്കമുള്ള ആളുകൾക്കൊപ്പം നിന്ന് ചിത്രങ്ങൾ നമ്മൾ കണ്ടതാണ്. അത് പ്രതികൾക്ക് ഉറപ്പുണ്ട്, സമ്മേളനത്തിൽ CPM സമ്മേളനത്തിൽ വന്ന് ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്യില്ല എന്നുള്ള ചങ്കൂറ്റവും കൂടി അവർക്കുണ്ട്. അതാണ് ആ വാർത്തയാണ് പ്രശാന്ത് കൈമാറിയത്.